സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, I want to know who you are and I want to know the inner meaning, inner depths of your and it is written that it is untapped treasure. I want to just tap it. എനിക്കതെല്ലാം തുറന്ന് എനിക്ക് ഉപയോഗിക്കണം, എനിക്ക് ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം കിട്ടണം. കാര്യം അവന് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ കർത്താവ് അവനോട് പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, നിനക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇവൻ്റെ മനസ്സിൽ നിന്നുള്ള ഈ ആഗ്രഹം പോയില്ല. കാര്യം ജ്ഞാനത്തോടുള്ള അതുപോലെയുള്ള ഒരു അഭിനിവേശം അഗസ്റ്റിന് ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഒരു ദിവസം നടന്നു പോയ കൂട്ടത്തിൽ ഒരു കടൽക്കരയിലൂടെ നടക്കുമ്പോൾ 2 പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഈ കക്ക ഉണ്ടല്ലോ, കക്ക, അതിൻ്റെ ഷെല്ല് കൊണ്ട് ഒരു കുഴി കുഴിച്ചു, വലിയ കുഴി കുഴിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ ഷെല്ല് കൊണ്ട് സമുദ്രത്തിൽ പോയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ കുഴി കൊണ്ടൊഴിക്കുകയാണ്. ഉടനെ അഗസ്റ്റിൻ ചോദിച്ചു, കേട്ട് വാട്ട് യു ഡൂയിങ്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? എന്നാലും പറഞ്ഞു, ഞങ്ങൾ ഈ കുഴിയിൽ വെള്ളം നിറച്ച് സമുദ്രം പറ്റിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്? ഞങ്ങൾ ഈ വെള്ളം എല്ലാം എങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്? ഈ കുഴിയിലോട്ട് ഒഴിച്ച് ഞങ്ങൾ സമുദ്രം പറ്റിക്കാൻ പോവുകയാണ്. ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഇത് കുഴി എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്. ആൻഡ് നീ ഈ ഷെല്ലും കൊണ്ട് ഇതിനകത്ത് വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്ന കാര്യമാണോ? അത് നടക്കത്തില്ല. എന്നാൽ ഇവർ സമ്മതിക്കത്തില്ല. പിള്ളേർ പറഞ്ഞു, നോ, ഞങ്ങളിത് ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഡ്രൈ അപ്പ് ദിസ് ഓഷ്യൻ ആൻഡ് വി ആർ ടു ഫിൽ ദിസ് പിറ്റ്. ഈ ചെറിയ ഒരു കുഴിക്കകത്ത് ഞങ്ങൾ ഓഷ്യൻ കംപ്ലീറ്റ് ഞങ്ങൾ പറ്റിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിനകത്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദൈവാത്മാവ് വ്യതിയെ അഗസ്റ്റിനോട് പറഞ്ഞു, അഗസ്റ്റിൻ, നീയും പരിശ്രമിക്കുന്നത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയുള്ള കാര്യമാണ്, അല്ലാതെ ഇതിക്കുള്ളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം അതിനെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ മാനുഷിക ബുദ്ധി അപര്യാപ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് അറിയുകയല്ല, അത് അനുഭവിക്കുകയാണ്, അത് വെളിപ്പെടുകയാണ്, അത് ഏറ്റെടുക്കുകയാണ്. അത് ആത്മതലത്തിലേ പറ്റത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. അവിടെ കർത്താവ് പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം, നീ ഇപ്പോഴും ദൈവത്തെ തിരിച്ചറിയുന്നത് ആ മലയുടെയും ഈ മലയുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ്. നീ ഇപ്പോഴും ദൈവത്തെ തിരിച്ചറിയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നീ ഇപ്പോഴും ദൈവത്തെ തിരിച്ചറിയുന്നത് നിന്റെ പുരാതനമായ പിതാക്കന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. യാക്കോബിന്റെ കാര്യം പറഞ്ഞൊക്കെയാണ് നീ കാര്യങ്ങളെ തിരിച്ചറിയുന്നത്. എന്നാൽ ആ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ദൈവത്തെ അറിയുന്നതും നമസ്കരിക്കുന്നതും എങ്ങനെയാണ്? ആത്മതലത്തിലാണ്, സത്യത്തിലും ആത്മാവിലുമാണ്. അല്ലാതെ ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലോ നിന്റെ ബുദ്ധിപരമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലോ അല്ല. പ്രത്യുത ആത്മതലത്തിൽ തിരിച്ചറിഞ്ഞാണ് നീ ദൈവത്തെ നമസ്കരിക്കാൻ പോകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ട്രിനിറ്റിയെക്കുറിച്ച് ഞാൻ അത് എത്ര വിശദീകരിക്കുമ്പോഴും ഇതിനപ്പുറത്തൊക്കെ വിശദീകരിക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും എനിക്ക് കുറച്ചൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയ രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അത് തികവുള്ളതായിരിക്കണം നിർബന്ധമില്ല. എന്നാൽ യാഥാർത്ഥ്യം വീണ്ടും ബാക്കി കിടക്കാൻ എന്താണ്? നമ്മളത് ബുദ്ധിയുടെ തികവിലല്ല, പ്രത്യുത ദൈവത്തിൻ്റെ വെളിപ്പാടിലാണ് അറിയുന്നത്. ദൈവം അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി പഴയ നിയമത്തിൽ നിന്നാണല്ലോ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രവർത്തനത്തിന്റെ പഴയ നിയമത്തിലെ ആ ഒരു മനുഷ്യനിലുള്ള ദൈവാത്മ പ്രവർത്തനത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച 1-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ, ഇന്ന് വീണ്ടും ഞാൻ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ച് വീണ്ടും ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന്. അവിടെ പറയുന്നു, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൃഷ്ടിയെങ്കിൽ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. അതിന്റെ അർത്ഥം അവനിലേക്ക് ദൈവം ഊതി കൊടുത്തത് ഒരു ജീവിയുടെ ജീവനല്ല, പ്രത്യുത എന്താണ്? അവന്റെ തന്നെ ജീവനാണ്, അല്ലെങ്കിൽ അവന്റെ തന്നെ ആത്മാംശമാണ്. മനുഷ്യൻ ഒരു ആത്മജീവിയാണ്, ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. ഈവൻ ദോ ഹി ഗോട്ട് എ ബോഡി, ഹി ഈസ് എ സ്പിരിച്വൽ ബീയിങ്. അവനൊരു ശരീരം ഉണ്ടെങ്കിലും അവൻ അടിസ്ഥാനപരമായി എന്താണ്? ഒരു ആത്മജീവിയാണ്. ദൈവം എന്തിനാണ് ഈ ആത്മാവിനെ അല്ലെങ്കിൽ ആത്മാംശത്തെ അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ആത്മജീവിയാക്കി സൃഷ്ടിച്ചത്? മറ്റുള്ള മൃഗങ്ങളെയോ ജീവജാലങ്ങളെയോ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? കാരണം
മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിന്റെ മകനുമാണ്. ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ആദാം ദൈവത്തിന്റെ മകനായത് ആണെങ്കിൽ അവന് ആത്മജീവി ആകാനേ പറ്റൂ. കാര്യം ദൈവം എന്താണ്? ഗോഡ് ഈസ് സ്പിരിറ്റ്, അല്ലേ? ദൈവം ആത്മാവാണെങ്കിൽ ദൈവത്തിന്റെ മകനും ആത്മജീവിയാകാനേ പറ്റൂ. യു അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ അതൊരു ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്രിവിലേജ്, അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് ആൻ ഇന്നവിറ്റബിലിറ്റി. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അവൻ ആത്മജീവിയായേ പറ്റൂ. എന്നാൽ അതോടൊപ്പം തന്നെ എൻ്റെ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവായ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആത്മാവായ ദൈവവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അവൻ എന്ത് വേണം? അവൻ ആത്മജീവിയാണെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മറ്റുള്ള ജീവജാലങ്ങൾക്ക് ബോധപൂർവമായി ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത്. ദൈവം കൽപ്പിച്ചാൽ കാറ്റടിക്കുമായിരിക്കും, പക്ഷേ കാറ്റിന് ദൈവത്തെ ആരാധിക്കാനോ കാറ്റിന് ദൈവത്തെ മനസ്സിലാക്കാനോ കാര്യം ദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് കാറ്റിനോ മരങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും കഴിയുന്ന കാര്യം അല്ല. അതൊന്നും ആത്മജീവികളല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ആത്മജീവിയായ അവൻ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, എൻ്റെ ആത്മാവുമായിട്ട് സംസർഗം ചെയ്ത് ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കണം? ഏറ്റവും ഒടുവിൽ അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ അവരുടെ മക്കളുണ്ടായി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശാലമായ സമൂഹം. അതായിരുന്നു ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. ആദാമിനോട് പറയുന്നത് എന്താണ്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ എല്ലാവരും നിറയുവിൻ. അപ്പോൾ ആദാമിന് മാത്രമല്ല ദൈവം ആത്മാവിനെ കൊടുത്തത് ആർക്കൊക്കെയാണ്? അവന്റെ സന്തതി പരമ്പരകൾക്കെല്ലാം അവൻ ആത്മാവിനെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തിനു വേണ്ടി? അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവരോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബന്ധം കർത്താവ് ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ദൈവാത്മാവിനോട് സംസർഗം ചെയ്യുന്ന, ദൈവാത്മാവിന്റെ കൂട്ടായ്മയിൽ കഴിയുന്ന ഒരു വിശാല സമൂഹം, എ ഹോളി ഫാമിലി ദാറ്റ് ഫിൽസ് ദി എർത്ത്, ആ ഭൂമിയെ മുഴുവൻ നിറയ്ക്കുന്നതായ ഒരു വിശുദ്ധ കുടുംബം, അതായിരുന്നു ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന്, സജീവ കൂട്ടായ്മയിൽ നിന്ന് അവൻ പിന്മാറി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് അവൻ ആത്മജീവി അല്ലാതായിത്തീരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തതിന്റെ അന്ന് തന്നെ ദൈവം അവന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞില്ല. ദൈവവുമായിട്ടുള്ള സംസർഗത്തിന് വിഘാതമുണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യത്തെ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെ വീണ്ടും കർത്താവ് നിലനിർത്തി. അതുകൊണ്ട് ആദാമിനെ അന്ന് വൈകുന്നേരവും കർത്താവ് വന്ന് കണ്ട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ചില്ല, അവൻ റിബല്യസ് ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്, മനുഷ്യന്റെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവന്റെ ഫാക്കൽറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, അവന്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയല്ല, ദൈവം അത് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഷോക്ക് പോലാണ്. എന്താണെന്നറിയാമോ? പാപം ചെയ്ത മനുഷ്യൻ എല്ലാ ദിവസവും വൈകുന്നേരം കർത്താവ് വന്ന മനുഷ്യനോട് സംസാരിച്ചതിനകത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. ബിക്കോസ് he was innocent, holy, maybe we can call Adam, he was a holy person, of course. ആ ദൈവികമായ നിലയിലൊക്കെ അതിനെ കാണാനായിട്ട് കഴിയുമായിരുന്നു, അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നത് ദാറ്റ് ഇസ് എ നോർമൽ തിങ്. പക്ഷേ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തോട് വിരുദ്ധത കാണി ദൈവത്തോട് മറുതലിച്ച മനുഷ്യനോട് അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹത്തെ നമുക്ക് വിലമതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ അണ്ടർസ്റ്റാൻഡ്? ദൈവം മനുഷ്യനെ ഓടിച്ചുവിടുകയല്ലായിരുന്നു, മനുഷ്യൻ ഓടിപ്പോവായിരുന്നു. ദൈവം മനുഷ്യനെ ഓടിക്കുകയല്ലായിരുന്നു. കർത്താവ് വന്ന് ചോദിക്കുന്നത്, അന്ന് വൈകുന്നേരം വന്ന് ചോദിക്കുന്നത്, ആദാമേ നീ എവിടെ? ഇന്നും മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്, ഏത് മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നത്? വേർ ആർ യു? രണ്ട് ചോദ്യങ്ങളാണ് കർത്താവ് എപ്പോഴും മനുഷ്യനോട് ചോദിക്കുന്നത്. ഒന്ന്, വേർ ആർ യു? ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, വേർ ഇസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ, നീ എവിടെ? നിന്റെ സഹോദരൻ. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രസക്തമായ രണ്ട് ചോദ്യം. കർത്താവിന്റെ ആത്മാവ് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, കയ്യിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇല്ലേ? കൊലപാതകനായ കയ്യിനോട് പോലും ദൈവം എന്ത് ചെയ്തു? സംസാരിക്കുന്നുണ്ട്. കാര്യം ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സംവാദിക്കുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരിക്കലും ഉണ്ടായില്ല, വ്യത്യാസം ഉണ്ടായില്ല. പാപം ചെയ്തിട്ടും വാദിക്കുന്ന അവസ്ഥയ്ക്ക്, കൂട്ടായ്മയ്ക്ക് വ്യത്യാസം ഉണ്ടായെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ വാദിക്കുന്നത്, ഇല്ലേ? അവന്റെ ഉള്ളിലിരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് നോഹയുടെയും അവന്റെ പിതാവായ ലാമക്കിന്റെയും കാലം വരെയും കണ്ടിന്യൂ ചെയ്തിരുന്ന കാണുന്നത്. നോഹയുടെയും അവന്റെ പിതാവായ ലാമക്കിന്റെയും കാലയളവിൽ, അതാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കർത്താവ് പറയാണ്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല.
അപ്പോൾ ഈ ഭാഗം വന്നപ്പോഴത്തേക്ക് ഇന്ന് ഈ സമയത്ത് ആദാം ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ലാമക്കിന്റെ കാലത്തും ആദാം ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ലാമക്ക് ജനിക്കുന്ന സമയത്ത് ആദാമിന് 874 years ആണ്, 874 വയസ്സ് പ്രായമാണ്. 874 വയസ്സ് പ്രായം. ആദാമിന് 130 വയസ്സുള്ളപ്പോഴാണ് അവൻ ചേത്തിനെ ജനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ 800 വർഷം കൂടെ ജീവിച്ചിരുന്നു. ടോട്ടൽ 930 സംവത്സരം ആദാം ജീവിച്ചിരുന്നു. നിങ്ങളെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സമയത്ത് അവൻ 874 വയസ്സും ആദാമിന്. അപ്പോൾ ആദാം ഉൾപ്പെടെ ആരും എന്താണ് മരിച്ചിട്ടില്ല. ഇടയ്ക്കൊരാൾ അങ്ങ് ജീവനോടെ എടുക്കപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ജീവിക്കണം. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ. എന്ന് തന്നെയല്ല, കയ്യിനെ ജനിപ്പിച്ചതിന് ശേഷം, ചേത്തിനെ ജനിപ്പിച്ചതിന് ശേഷം അവൻ ജീവിച്ചിരുന്ന് എന്ത് ചെയ്യുകയാണ്? പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇല്ലേ? പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോൾ ഇന്നിപ്പോ 1-2 ആൾക്കാരൊന്നും അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയുണ്ട്? ഭൂമിയിൽ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവം ഉദ്ദേശിച്ച നിലയിൽ, അപ്പോൾ ഭൂമി മുഴുവൻ നിറയാനുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. ദൈവം അത് അല്ലെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ ദൈവം ഉദ്ദേശിച്ച നിലയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യൻ ചെറിയ പാപങ്ങളല്ല, കൊടും പാപങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ മാറി വലിയ വലിയ പാപങ്ങളിലേക്ക് അവൻ പ്രവേശിച്ചു. ഇവിടെ 6-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരെ ഭാര്യമാരായി എടുത്തു. എന്താ അതിന്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. ഇതൊരു കോസ്മിക് ലെവലിലുള്ള ഒരു പാപമാണോ, അതോ ഒരു കോസ്മിക് സിന്നായിട്ടാണോ കാണുന്നത് നമുക്കറിയത്തില്ല. അതല്ലെങ്കിൽ അതിനുള്ള മറ്റൊരു പോസിബിലിറ്റി, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ചേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തികളെയും കയ്യിന്റെ വംശപരമ്പരയിൽപ്പെട്ട വ്യക്തികളെയും ഉദ്ദേശിച്ചായിരിക്കാം. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ചേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും കയ്യിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും മാനുഷിക നിലയിൽ പോകുന്നവരായ ആളുകളും. പഴയ ലാമക്കൊക്കെ ഉണ്ടല്ലോ. ഏതാ ലോകത്തിൽ ആദ്യമായിട്ട് പോളിഗാമി കണ്ടുപിടിച്ച ലാമക്കുണ്ടല്ലോ. 2 ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്നത് അത്ര വലിയ ഇതൊന്നും പ്രയാസം അല്ലെന്നൊക്കെ ചിന്തിച്ചതായ ലാമക്ക്. അതുപോലെയുള്ള പാർട്ടികളൊക്കെ അതേ സമയം തന്നെ ഇവിടെ ഉണ്ട്, ഭൂമിയിലുണ്ട്. ഇവർ തമ്മിലൊരു സെപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണമെന്ന് എൻ്റെ ചിന്ത. അതിന്റെ കാരണം ദൈവം എല്ലായ്പ്പോഴും ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. വിശുദ്ധമായ ഒരു വംശം നിലനിർത്തുന്നതിൽ കർത്താവ് വളരെ ഉത്സാഹിക്കുന്നുണ്ട്. വിശുദ്ധമായ ഒരു വംശം, ദൈവത്തിന്റെ ആ കൺവേർ ചെയ്ത് വരുന്ന കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദാമും ഹൗവയും ദൈവത്തിന്റെ മക്കൾ. അതിനുശേഷം ദൈവത്തിന്റെ മക്കളായിട്ട് വരുന്നത് കയ്യിനല്ല, ചേത്താണ്. ചേത്തിന്റെ വംശപരമ്പരയിൽ ഇങ്ങനെ മാറി മാറി നോഹയുടെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാവരെയും നശിപ്പിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്തു? നോഹയെ മാത്രം, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ മാത്രം രക്ഷിച്ചു, കൺവേർ ചെയ്ത് വരികയാണ്. ദെൻ അഗെയിൻ പിന്നെ വരുമ്പോഴത്തേക്ക് അബ്രഹാമിനെ മാത്രമായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായി. ഇല്ലേ? അബ്രഹാമിന്റെ എല്ലാ മക്കളും ഇല്ല, ഇസ്ഹാക്കിനെ മാത്രം. ഇസ്ഹാക്കിൽ തന്നെ എല്ലാ മക്കളും ഇല്ല, യാക്കോബിനെ മാത്രം. യാക്കോബിന്റെ തലത്തിൽ തന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് യാക്കോബിന്റെ മക്കളാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഫറവോനോട് കർത്താവ് പറയുന്നത്, ഇസ്രായേൽ എന്നെ ആരാധിക്കാൻ ഇസ്രായേലിനെ വിടുക എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ആദ്യജാതൻ, ഈസ് മൈ ഫസ്റ്റ് ബോൺ, അല്ലേ? ഇസ്രായേലിന്റെ ആദ്യജാതൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോഴത്തേക്ക് പറയുന്നത് അറിയാം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളതെല്ലാം തീർന്നു. ഇനിയും ദൈവപുത്രനാകണമെങ്കിൽ എന്തേ മാർഗ്ഗമുള്ളൂ? യേശുക്രിസ്തുവിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കൺവേർ ചെയ്ത് വരികയാണ്. അങ്ങനെ ഈ കൺവേർജിങ് സ്റ്റേജിൽ മനുഷ്യന്റെ പുത്രിമാരുമായി ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ആ ദൈവികമായ നിലപാടിനെ ഉപേക്ഷിച്ച് പാപത്തിലേക്ക് വീഴുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതൊരു കോസ്മിക് സിൻ ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാനത് ഫൈനലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിവേ, ദൂതന്മാരെന്താണെങ്കിലും വന്ന് ഇവിടെയുള്ള മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടുമെന്നൊക്കെ ഉള്ളത് മറ്റ് പുരാണങ്ങളിലൊക്കെ ശരിയാണെങ്കിലും വേദപുസ്തകത്തിന്റെ നിയമവും വേദപുസ്തകത്തിന്റെ രീതിയും അനുസരിച്ച് എനിക്ക് അല്പമായി ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. പിന്നെ ആകെപ്പാടെയുള്ളൊരു പ്രശ്നം, ഇങ്ങനെ അന്ന് ആ വീരന്മാരുണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത്, ജയൻസ്. പക്ഷേ ഈ ജയൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. കീർത്തിപ്പെട്ട മനുഷ്യരാണെന്ന് അവിടെ പറയുന്നെങ്കിലും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് അവിടെ വീരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്റെ കീർത്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല, ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ്.